എടുത്തിട്ടുള്ളത് അവയുടെ ഭുജങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. എങ്കിൽ രണ്ട് എല്ലാവർക്കും മാത്സ് വാല്യൂവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശരത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDCയുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. SCRT ബേസ് ചെയ്തും പ്രീവിയസ് ബേസ് ചെയ്തും എടുത്തിട്ടുള്ള സെലക്റ്റീവ് ക്വസ്റ്റ്യൻസുകളാണ്. പാർട്ട് 1 വീഡിയോ ആണ്. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: ഒരു കലണ്ടറിൽ നിന്നും സമചതുരാകൃതിയിൽ 9 സംഖ്യകൾ എടുത്ത് അവയുടെ തുക കണ്ടപ്പോൾ 99 കിട്ടി. എങ്കിൽ ആ സമചതുരാകൃതിയിൽ എടുത്ത സംഖ്യകളുടെ മധ്യത്തിലെ സംഖ്യ എത്രയാണ്? മധ്യത്തിലെ സംഖ്യ എത്രയാണ്? ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഒരു കലണ്ടറിൽ നിന്നും 9 സംഖ്യകൾ സമചതുരാകൃതിയിൽ എടുത്തു. അതാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അവയുടെ മധ്യപദം, അതായത് ഇവിടെ വരുന്ന പദം നമുക്ക് കാണണം അല്ലെ. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. മധ്യപദം കാണാൻ നമ്മൾ ആ സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ മതി. അതായത് മധ്യപദം കാണാൻ സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ മതി. തുക എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. തുക എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 99 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തുക 99 ഡിവൈഡഡ് ബൈ 9. 99നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 11 എന്നാണ്. ഇവിടുത്തെ മധ്യപദം എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. എന്താണ്? ഒന്നുകൂടി പറയാം. നമുക്ക് കാണേണ്ടത് എന്താണ്? മധ്യപദമാണ്. മധ്യപദം കാണാൻ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. തുക ഡിവൈഡഡ് ബൈ 9. തുക 99 ബൈ 9 ചെയ്യുമ്പോൾ മധ്യപദം 11. ഇവിടെ നിന്നും ഒരു ചോദ്യം കൂടി. ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ കാണണം. ചെറിയ സംഖ്യ കാണാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 11 ആണെങ്കിൽ തൊട്ട് മുകളിൽ 7 കുറച്ചിട്ടുള്ള സംഖ്യ ആയിരിക്കും. 11 7 പോയാൽ എത്രയാണ്? 11 7 പോയാൽ എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നേയുള്ള സംഖ്യ എത്രയായിരിക്കും? 3-ാം തീയതി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മധ്യപദമായ 11ൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? 8 മൈനസ് ചെയ്താൽ മതി. നമുക്ക് ഏറ്റവും ചെറിയ പദം എത്രയാണെന്ന് കിട്ടുന്നു? 3 എന്ന് കിട്ടുന്നു. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ എന്താണ് പഠിച്ചത്? സമചതുരാകൃതിയിൽ 9 സംഖ്യകൾ എടുത്തു. മധ്യപദം കാണാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? തുകയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 99 ബൈ 9 നമുക്ക് എന്ത് കിട്ടുന്നു? ഉത്തരം 11. ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മധ്യപദത്തിൽ നിന്നും 8 മൈനസ് ചെയ്യുന്നു. നമ്മുടെ ഉത്തരം എന്ത് കിട്ടുന്നു? 3 എന്ന് കിട്ടുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: എതിർവശങ്ങൾ തുല്യവും എന്നാൽ കോണുകളൊന്നും മട്ടമല്ലാത്തതുമായ ചതുർഭുജം ഏതാണ്? എതിർവശങ്ങൾ തുല്യമായി വരണം അല്ലെ. എന്നാൽ കോണുകൾ എന്താവാൻ പാടില്ല? മട്ടമായി വരാൻ പാടില്ല. അങ്ങനെയുള്ള ചതുർഭുജം ഏതാണ്? ഓപ്ഷൻസ്: ചതുരം, സമചതുരം, സാമാന്തരികം, ലംബകം. എന്താണ് ചതുർഭുജങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വശങ്ങളുള്ള ബഹുഭുജങ്ങളാണ്. 4 വശങ്ങളുള്ള ബഹുഭുജങ്ങളെയാണ് ചതുർഭുജങ്ങൾ, ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത്. ചതുർഭുജങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ചതുരം, സമചതുരം, സാമാന്തരികം, സമഭുജ സാമാന്തരികം. ചതുരം എന്താണെന്നൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം അല്ലെ. എന്താണ് ചതുരം? നീളമുണ്ടാകും, വീതിയുണ്ടാകും. ചതുരത്തിന്റെ കോണുകളുടെ പ്രത്യേകതയും കൂടി നോക്കുക. ചതുരത്തിന്റെ എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി കോണിനാണ് മട്ടകോൺ എന്ന് നമ്മൾ പറയുന്നത്. സമചതുരം 4 വശങ്ങൾ തുല്യമാണ്. 4 കോണുകളും എന്താണ്? 90 ഡിഗ്രിയാണ്. 4 കോണുകളും 90 ഡിഗ്രിയാണ്. സാമാന്തരികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതിർവശങ്ങൾ തുല്യവും പാരലലുമായിരിക്കും. ഇതിന്റെ എതിർവശങ്ങൾ തുല്യമാണ്, പാരലലാണ്. എന്നാൽ കോണുകൾ എന്തായിരിക്കില്ല? 90 ഡിഗ്രി ആയിരിക്കില്ല. അതായത് മട്ടകോൺ ആയിരിക്കില്ല. അതേപോലെ ലംബകം, ഒരു ജോഡി എതിർവശങ്ങൾ പാരലൽ ആയിരിക്കും, എന്നാൽ തുല്യമായിരിക്കില്ല. കോണുകൾ 90 ഡിഗ്രിയും ആയിരിക്കില്ല. എങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞത്
എതിർവശങ്ങൾ തുല്യവും എന്നാൽ കോണുകൾ മട്ടമല്ലാത്തതുമായ ചതുർഭുജം ഏതാണ്? കോണുകൾ മട്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയത് വേണ്ട അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ചതുരം ഒഴിവാക്കാം, ഓപ്ഷൻ ബി സമചതുരം ഒഴിവാക്കാം. ബാക്കി രണ്ടെണ്ണത്തിലും കോണുകൾ 90 ഡിഗ്രി അല്ല, മട്ടകോണല്ല. അതില് അടുത്ത കണ്ടീഷൻ എതിർവശങ്ങൾ തുല്യമായിരിക്കണം. എതിർവശങ്ങൾ തുല്യമാണ് അല്ലെ, സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ്, എന്നാൽ ലംബകത്തിന്റെ എതിർവശങ്ങൾ തുല്യമല്ല. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി സാമാന്തരികമാണ്. SCERT ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ അടുത്ത ചോദ്യമാണ്, 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന വിധത്തിൽ മറ്റൊരു വൃത്തം വരച്ചാൽ ആ രണ്ട് വൃത്തങ്ങളുടെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലം എത്രയായിരിക്കും? നമുക്ക് ഈ ചോദ്യത്തിൽ പറഞ്ഞ കാര്യം ഒന്ന് വരച്ചു നോക്കാം. ഞാനിപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ വൃത്തത്തിന്റെ കേന്ദ്രബിന്ദുവിലൂടെ കടന്നു പോകുന്ന വിധത്തിൽ മറ്റൊരു വൃത്തം വരച്ചിട്ടുണ്ട് അല്ലെ. ആ വൃത്തത്തിന്റെ കേന്ദ്രബിന്ദുവാണ് ഈ യെല്ലോ സ്പോട്ട് ആയിട്ടുള്ളത്. എങ്കിൽ രണ്ട് കേന്ദ്രബിന്ദുക്കളും തമ്മിലുള്ള അകലമാണ് നമ്മുടെ ചോദ്യം. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ വൃത്തത്തിന്റെ ആരം വരയ്ക്കുകയാണ്. ആരം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്ത പരിധിയിലേക്കുള്ള അകലമാണ് ആരം, റേഡിയസ് അല്ലെ. അപ്പൊ ഞാനിവിടെ ആദ്യത്തെ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വൃത്ത പരിധിയിലേക്കുള്ള അകലം വരച്ചു. അത് കറക്റ്റ് ചെന്ന് മുട്ടുന്നത് നമ്മുടെ രണ്ടാമത്തെ വൃത്തത്തിന്റെ കേന്ദ്രബിന്ദുവിലാണ്. സോ ഈ രണ്ട് കേന്ദ്രബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ആരത്തിന് തുല്യമായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം നമുക്ക് പറയാൻ കഴിയും എത്രയാണ്? 4 സെന്റിമീറ്റർ. കാരണം ആരം 4 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഒരു വൃത്തത്തിന്റെ കേന്ദ്രബിന്ദുവിലൂടെ കടന്നു പോകുന്ന വിധത്തിൽ മറ്റൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ആ രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ആരത്തിന്റെ അകലമായിരിക്കും. സോ നമ്മുടെ ഉത്തരം എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. നമ്മുടെ അടുത്ത ചോദ്യം, സമയം 2 മണിയാകുമ്പോൾ ക്ലോക്കിലെ 2 സൂചികൾക്കിടയിലുള്ള ഭാഗം ആകെയുടെ എത്ര ഭാഗമാണ്? സമയം 2 മണിയാകുമ്പോൾ ക്ലോക്കിലെ 2 സൂചികൾക്കിടയിലുള്ള ഭാഗം ആകെയുടെ എത്ര ഭാഗമാണ്? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ 2 ക്ലോക്കുകൾ കാണാം അല്ലെ. ആദ്യത്തെ ക്ലോക്കിൽ സമയം 2 മണി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ക്ലോക്കിൽ ഒരു ക്ലോക്കിനെ എത്ര ഭാഗങ്ങളാക്കാമെന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒരു ക്ലോക്കിനെ നമുക്ക് എത്ര ഭാഗങ്ങളാക്കാം? ഒരു ക്ലോക്കിൽ 1 മുതൽ 12 വരെയാണ്. അപ്പൊ ഒരു ക്ലോക്കിനെ നമുക്ക് എത്ര ഭാഗങ്ങളാക്കാൻ കഴിയും? 12 ഭാഗങ്ങളാക്കാൻ കഴിയും അല്ലെ. അതിൽ 2 മണി നിങ്ങൾ നോക്കിക്കേ, 2 മണി ആദ്യത്തെ ക്ലോക്കിലേക്ക് നോക്കുക. ഇവിടെ നമുക്ക് ആ 2 മണി എന്ന് പറയുമ്പോൾ അവിടെ 1, 2 ഭാഗങ്ങളാക്കി കിട്ടും. 2 മണി എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങളാണ് അല്ലെ. അപ്പം മൊത്തം ആകെ 12 ഭാഗങ്ങൾ. അതിൽ 2 മണി എന്ന് പറയുമ്പോൾ 2 ഭാഗങ്ങൾ. 12ൽ 2 ഭാഗങ്ങൾ. 2ൽ 2 ഒരു തവണ, 12ൽ 2 6 തവണ. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ എ 6ൽ ഒരു ഭാഗമാണ്. നമ്മുടെ അടുത്ത ചോദ്യം, 16 തീപ്പെട്ടിക്കൊള്ളികളെല്ലാം ഉപയോഗിച്ച് എത്ര രീതിയിൽ ചതുരങ്ങൾ നിർമ്മിക്കാം? 16 തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ച് എത്ര രീതിയിൽ ചതുരങ്ങൾ നിർമ്മിക്കാം? വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കാണാൻ കഴിയും. ഇവിടെ ആകെ ടോട്ടൽ എത്ര തീപ്പെട്ടിക്കൊള്ളികളുണ്ട്? 16 ഉണ്ട്. അതുപയോഗിച്ച് എത്ര ചതുരങ്ങൾ നിർമ്മിക്കാം? ഉത്തരം സിമ്പിൾ ആണ്, പകുതിയുടെ പകുതി. എത്രയാണ്? പകുതിയുടെ പകുതി. 16ന്റെ പകുതി എത്രയാണ്? 8. 8ന്റെ പകുതി എത്രയാണ്? 4. അപ്പൊ നമുക്ക് എത്ര ചതുരങ്ങൾ നിർമ്മിക്കാം? 4 ചതുരങ്ങൾ നിർമ്മിക്കാം. ഇതൊരു ഷോർട്ട് കട്ട് ആണ്. 16 തീപ്പെട്ടിക്കള്ളുകൾ ഉപയോഗിച്ച് എത്ര ചതുരങ്ങൾ നിർമ്മിക്കാം? പകുതിയുടെ പകുതി എന്ന് ഓർത്ത് വെക്കുക. 16ന്റെ പകുതി 8, 8ന്റെ പകുതി എത്രയാണ്? 4. ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നീളവും വീതിയും കൂട്ടുമ്പോൾ 16ന്റെ പകുതി 8 കിട്ടുന്ന എത്ര രീതിക്ക് അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഞാനിവിടെ വീതിയിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി എടുക്കുകയാണെങ്കിൽ നീളത്തിൽ 7 തീപ്പെട്ടിക്കൊള്ളികൾ എടുക്കും. അപ്പൊ നമുക്ക് 1, 7, 8 ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടും. വീതിയിൽ 2 തീപ്പെട്ടിക്കൊള്ളികളാണെങ്കിൽ നീളത്തിൽ നമുക്ക് 6 തീപ്പെട്ടിക്കൊള്ളികൾ വെച്ചിട്ട് ഒരു ചതുരം ഉണ്ടാക്കാൻ പറ്റും. വീതിയിൽ 3 തീപ്പെട്ടിക്കൊള്ളികളാണെങ്കിൽ നീളത്തിൽ 5 കൊള്ളികൾ ഉപയോഗിച്ച് ഒരു ചതുരം ഉണ്ടാക്കാൻ പറ്റും. വീതിയിൽ 4 കൊള്ളികളും നീളത്തിൽ 4 കൊള്ളികൾ, അതായത് ഒരു സമചതുരമായിട്ട് നമുക്കൊരു ചതുരം ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ അടുത്ത ചോദ്യം നോക്കിയേ, 10 തീപ്പെട്ടിക്കൊള്ളികൾ മുഴുവൻ ഉപയോഗിച്ച് എത്ര രീതിയിൽ ചതുരങ്ങൾ നിർമ്മിക്കാം? 10 തീപ്പെട്ടിക്കൊള്ളികൾ അല്ലെ. അപ്പൊ നമ്മുടെ ഷോർട്ട് കട്ട് എന്താ? പകുതിയുടെ പകുതി. അപ്പം തൊട്ടു മുന്നേയുള്ള ക്വസ്റ്റ്യൻ 16 എണ്ണമാണ്. 16ന്റെ പകുതി നമുക്ക് 8 കിട്ടി. 8ന്റെ പകുതി നമ്മൾ ഉത്തരം എത്രയായിട്ട് എഴുതി? 4. സോ ഇവിടെ നോക്കുക,
10ന്റെ പകുതി 5. നമുക്ക് കിട്ടുന്നത് ഈ എണ്ണത്തിന്റെ പകുതി ഒറ്റ സംഖ്യ വരികയാണെങ്കിൽ നിങ്ങൾ പകുതിയുടെ പകുതി കാണുക. അതായത് 10ന്റെ പകുതി 5, 5ന്റെ പകുതി എത്രയാണ്? 2.5 അല്ലെങ്കിൽ 2.5. ഉത്തരം കിട്ടാൻ അതിൽ നിന്ന് ആ അര അങ്ങ് ഒഴിവാക്കുക. നമുക്ക് എത്ര എണ്ണമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ? 2 എണ്ണം. സോ ഒന്നുകൂടി ഞാൻ പറയുന്നു, നമുക്ക് പകുതിയുടെ പകുതിയാണ് കാണേണ്ടത്. ഈ പകുതി എടുക്കുമ്പോൾ ഒറ്റ സംഖ്യ വരികയാണെങ്കിൽ പകുതിയുടെ പകുതി കണ്ടിട്ട് അതിൽ നിന്ന് ആ അര അങ്ങ് ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ അടുത്ത ചോദ്യം, 12 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരത്തിന് പരമാവധി ചുറ്റളവ് വരും വിധം നിർമ്മിക്കാൻ നീളവും വീതിയും ഏതളവിലെടുക്കാം? അതായത് ഒരു ചതുരത്തിന്റെ ഏരിയ 12 കിട്ടണം. അങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചതുരം നിർമ്മിക്കാൻ കഴിയും? അതിൽ ഏറ്റവും കൂടുതൽ ചുറ്റളവ് ഏതിനായിരിക്കും എന്നാണ് ചോദ്യം. സോ നിങ്ങൾ നോക്കാം, ഒരു ചതുരത്തിന്റെ നമുക്ക് ഏരിയ കാണണം അല്ലെ? ചതുരത്തിന്റെ ഏരിയ നമ്മൾ എങ്ങനെയാ കാണുക? പരപ്പളവ് കാണുക, നീളം ഇൻറ്റു വീതിയാണ് അല്ലെ? ഇത് ലെങ്ത് ആണ്, ഇതെന്താണ്? ബ്രെഡ്ത്ത് ആണ്. ഏരിയ 12 കിട്ടണം, നീളം വീതിയും ഗുണിച്ചാൽ 12 കിട്ടണം. അങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എടുക്കാം? നോക്കിക്കേ, വീതി നീളം 12ഉം വീതി 1ഉമായിട്ട് നമുക്കൊരു ചതുരം നിർമ്മിക്കാം. ഏരിയ 12 ആയിരിക്കും. നീളം 6ഉം വീതി 2ഉമായിട്ട് ഒരു ചതുരം നിർമ്മിക്കാം. ഏരിയ 12 ആയിരിക്കും അല്ലെ? നീളം 4ഉം വീതി 3ഉമായിട്ട് നമുക്കൊരു ചതുരം നിർമ്മിക്കാം. ഏരിയ 12 ആയിരിക്കും. നമുക്ക് 3 രീതിയിലാണ് 12 ഏരിയ കിട്ടുന്ന രീതിയിൽ ചതുരം നിർമ്മിക്കാൻ കഴിയുക. ഇതിൽ ഏതിനാണ് ചുറ്റളവ് കൂടുതൽ? അപ്പൊ എന്താണ് ചുറ്റളവ്? പെരിമീറ്റർ എന്ന് പറയും. 4 വശങ്ങളും കൂട്ടുന്നതാണ് അല്ലെ? ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2 × L+B ആണ്. നീളവും വീതിയും കൂട്ടി അതിന്റെ ഇരട്ടി കാണുക. സോ ഏറ്റവും കൂടുതൽ ചുറ്റളവ് ഏത് ചതുരത്തിനാണെന്ന് അറിയാൻ നീളവും വീതിയും കൂട്ടുമ്പോൾ എവിടെയാണ് കൂടുതൽ ഉള്ളത്? അതിന് ചുറ്റളവ് കൂടുതലായി അല്ലെ? നീളവും വീതിയും കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നതിനാണ് ചുറ്റളവും കൂടുതൽ വരിക. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. 12 1 നീളവും വീതിയും കൂട്ടുമ്പോൾ എത്രയാണ്? 13. രണ്ടാമത്തത് 6 8ഉം നീളവും വീതിയും കൂട്ടുമ്പോൾ 8 ആണ്. മൂന്നാമത്തത് 4 3 നീളവും വീതിയും കൂട്ടുമ്പോൾ 7 ആണ്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ നീളവും വീതിയും കൂട്ടുമ്പോൾ കിട്ടുന്ന അളവ് 13 ആണ്. സോ 12 നീളവും 1 വീതിയുമുള്ള ചതുരത്തിനായിരിക്കും ചുറ്റളവ് കൂടുതലായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അനുവിന്റെ കയ്യിൽ 3 ലിറ്ററിന്റെ അളവ് പാത്രവും മിനുവിന്റെ കയ്യിൽ 4 ലിറ്ററിന്റെ അളവ് പാത്രവും ഉണ്ട് അല്ലെ? ഇവർക്ക് 2 പേർക്കും അളക്കാൻ പറ്റുന്ന അളവുകളിൽ ഏറ്റവും ചെറുത് ഏതാണ്? അനുവിന്റെ കയ്യിൽ 3 ലിറ്റർ, മിനുവിന്റെ കയ്യിൽ 4 ലിറ്റർ. 2 പേർക്കും ഒരുപോലെ അളക്കാൻ കഴിയുന്ന ചെറിയ അളവ് ഏതാണ്? സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, 2 പാത്രങ്ങളുണ്ട്. ഒന്ന് 3 ലിറ്റർ ആണ്, ഒന്ന് എന്താണ്? 4 ലിറ്റർ ആണ്. സോ നിങ്ങൾ നോക്കിക്കേ, 3 ലിറ്ററിന്റെ പാത്രം വെച്ച് നമുക്ക് ഏതൊക്കെ അളവുകൾ എടുക്കാൻ കഴിയും അല്ലെ? നമുക്ക് നോക്കാം. 3 ലിറ്റർ അളക്കാം. 2 തവണ എടുത്താലോ 6 ലിറ്റർ കിട്ടും. 3 തവണ എടുത്താലോ 9 ലിറ്റർ. 4 തവണ എടുത്താലോ 12 ലിറ്റർ. പിന്നെ 15 ലിറ്റർ, 18 ലിറ്റർ, അങ്ങനെ അങ്ങനെ അളന്നു പോകാം. 4 ലിറ്ററിന്റെ പാത്രത്തിൽ നമുക്ക് 1 തവണ എടുത്താൽ 4 ലിറ്റർ എടുക്കാം. 2 തവണ എടുത്താൽ 8 ലിറ്റർ എടുക്കാം. 3 തവണ എടുത്താൽ 12 ലിറ്റർ. 4 തവണ എടുത്താൽ 16, 5 തവണ എടുത്താൽ 20, ഇങ്ങനെ അളന്നു പോകാം. സോ ഈ 2 പാത്രങ്ങളും വെച്ചെടുക്കുമ്പോൾ അളക്കുമ്പോൾ ഒരുപോലെയുള്ള അളവ് ഏതാണെന്ന് നോക്കിക്കേ. നമുക്ക് ആദ്യം കിട്ടുന്നത് ഏറ്റവും ചെറിയ അളവ് ഇവിടെ ഒരുപോലെ വരുന്നത് ഏതാണ്? 12 ആണ്. സോ 2 പാത്രങ്ങളും വെച്ച് നമുക്ക് അളക്കാൻ കഴിയുന്ന ചെറിയ അളവ് ഏതാണ്? 12 ലിറ്റർ ആണ്. ഇതിന് കണക്കിന്റെ രീതിയിൽ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3ന്റെയും 4ന്റെയും LCM കാണുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 3ന്റെയും 4ന്റെയും LCM കാണാനുള്ള എളുപ്പവഴി എന്താ? അടുത്തടുത്തുള്ള 2 എണ്ണൽ സംഖ്യകളാണെങ്കിൽ LCM കാണാൻ അവ തമ്മിൽ ഗുണിച്ചാൽ മതി. സോ 3 × 4 12. നമ്മുടെ ഉത്തരം എത്രയാണ്? 12 ലിറ്റർ ആണ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. താഴെ തന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് അല്ലെ? ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 6ന്റെ ഗുണിതങ്ങളെല്ലാം 3ന്റെ ഗുണിതങ്ങളാണ്. 8ന്റെ ഗുണിതങ്ങളെല്ലാം 2ന്റെ ഗുണിതങ്ങളാണ്. 4ന്റെ ഗുണിതങ്ങളെല്ലാം 12ന്റെ ഗുണിതങ്ങളാണ്. 10ന്റെ ഗുണിതങ്ങളെല്ലാം 5ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? സോ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരു ചെറിയ സംഖ്യയുടെ ഒരു ഗുണിതം എടുത്തു, അതിന്റെ ഗുണിതങ്ങളെല്ലാം ഈ ചെറിയ സംഖ്യയുടെ ഗുണിതമായിരിക്കും എപ്പോഴും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ചെറിയ സംഖ്യ ഞാൻ എക്സ് എടുത്തു. എക്സിന്റെ ഗുണിതമായിട്ട് വരുന്ന ഒരു സംഖ്യ, അതിന്റെ ഗുണിതങ്ങളെല്ലാം എക്സിന്റെ ഗുണിതമായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം. നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം.
ഇവിടെ നോക്കിയേ, 6ന്റെ ഗുണിതങ്ങളെല്ലാം 3ന്റെ ഗുണിതങ്ങളാണ്. അതായത് 3ന്റെ ഗുണിതമാണല്ലോ 6. അപ്പൊ 6ന്റെ ഗുണിതം ഒക്കെ 3ന്റെ ഗുണിതമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. 6ന്റെ ഗുണിതങ്ങളാണ് 12, 18. നോക്കിക്കേ, അടുത്തത് എത്രയാ? 24. എല്ലാം 3ന്റെ ഗുണിതമാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ? ഓപ്ഷൻ ബി, 8ന്റെ ഗുണിതങ്ങളെല്ലാം 2ന്റെ ഗുണിതങ്ങളാണ്. 2ന്റെ ഗുണിതമാണല്ലോ 8. അപ്പൊ 8ന്റെ ഗുണിതങ്ങളൊക്കെ 2ന്റെ ഗുണിതമായിരിക്കും. നോക്കാം. 8, 2 8 16, 3 8 24, 4 8 32. എല്ലാം 2ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? ഇനി ഓപ്ഷൻ സി, 4ന്റെ ഗുണിതങ്ങളെല്ലാം 12ന്റെ ഗുണിതങ്ങളാണ്. നോക്കിയേ, 12ന്റെ ഒരു ഗുണിതമല്ല 4. സോ 4ന്റെ ഗുണിതങ്ങളെല്ലാം 12ന്റെ ഗുണിതങ്ങളായിരിക്കില്ല. നമുക്ക് എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും. 1 4 4, 24 8, 3 4 12, 4 4 16. നോക്കിയേ, ഇതില് 4 8 16 ഇതൊന്നും 12ന്റെ ഗുണിതങ്ങളല്ല. സോ ഓപ്ഷൻ സി തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് നോക്കാം ലാസ്റ്റ് ഓപ്ഷനും കൂടി. 10ന്റെ ഗുണിതങ്ങളെല്ലാം 5ന്റെ ഗുണിതങ്ങളാണ്. 5ന്റെ ഒരു ഗുണിതമാണ് 10. സോ 10ന്റെ ഗുണിതങ്ങളൊക്കെ 5ന്റെ ഗുണിതം ആയിരിക്കും. അതായത് 10ന്റെ ഗുണിതങ്ങളാണ് നമുക്ക് 10, 20, 30, 40 അല്ലെ? ഇതെല്ലാം 5ന്റെ ഗുണിതങ്ങളാണ്. സോ നമ്മുടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി ആണ്. അടുത്തത് ഒരു SCRT ബേസ്ഡ് ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ 1001ന്റെ ഗുണിതമായത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ 1001ന്റെ ഗുണിതമായത് ഏത്? നമുക്ക് 1001ന്റെ ചില പ്രത്യേകതകൾ, 1001 കൊണ്ട് ഗുണിക്കുമ്പോഴുള്ള പ്രത്യേകതകൾ നോക്കാം. ഞാനിവിടെ 1001നെ ഒരക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. ഒരക്ക സംഖ്യ ഞാൻ x ആയിട്ട് എടുക്കുന്നു. എങ്കിൽ അതിന്റെ ഗുണനഫലം x00 x എന്ന രീതിയിലായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ 1001നെ 5 കൊണ്ട് ഗുണിച്ചാൽ 5005 എന്ന രീതിയിൽ കിട്ടണം. അടുത്തത് 1001നെ ഞാനൊരു രണ്ടക്ക സംഖ്യ കൊണ്ട്, രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഞാൻ xy കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ അതിന്റെ ഉത്തരം xy എന്ന ഫോർമാറ്റിലായിരിക്കും. ഇത് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഞാനിവിടെ 1001നെ 23 കൊണ്ട് ഗുണിച്ചാൽ 23 എന്നാണ് അതിന്റെ ഉത്തരം കിട്ടുന്നത്. ഇനി 1001നെ ഞാനൊരു മൂന്നക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. മൂന്നക്ക സംഖ്യ XYZ ആണ്. എങ്കിൽ അതിന്റെ ഉത്തരം XYZ ഫോർമാറ്റിലായിരിക്കും. അതായത് 1001നെ ഞാൻ 123 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 123 എന്ന രീതിയിലായി. സോ ഇത് പഠിച്ചു വെക്കുക. ഒരക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു, രണ്ടക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു, മൂന്നക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. സോ നമ്മുടെ ഓരോ ഓപ്ഷൻ നോക്കുക. നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ? 15 15 15 ആ ഒരു രീതിയിൽ 1001ന്റെ ഗുണിതം വരുന്നില്ല. 145 അല്ലെ? മൂന്നക്ക സംഖ്യ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ്. സോ നമ്മുടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി ഓപ്ഷൻ സി ചെക്ക് ചെയ്യുക. 12 00 12 അങ്ങനെ വരില്ല. നമുക്ക് നടുക്ക് 00 വരണമെങ്കിൽ ഒരക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് വരിക. ഇനി 52 44 25 അങ്ങനെയും 1001 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടില്ല. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.